ഖുർആൻ്റെ പഠനം ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സമാധാനം നൽകും. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കൾ നമുക്ക് പാവമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ധാരാളം ഗുണങ്ങൾ നമുക്കുള്ളതാണ്. ഇൻഷാ അള്ളാഹ് ഇത് തുടർന്നു പോവുക. ഇനി ഇതുവരെയുള്ള ക്ലാസ്സുകൾ കേൾക്കാത്തവരാണെങ്കിലും അവർക്ക് ബാക്കിയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുവാനും പഠിക്കുവാനുള്ള അവസരമാണ്. നമ്മൾ ഇന്ന് 83 അതേപോലെ തന്നെ 84, 85 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യം ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ. ആയത്തിൻ്റെ അർത്ഥം ഒന്ന് ആദ്യം കേൾക്കാം. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ. ദുൽഖർനൈനിയെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും കാലഘട്ടത്തിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച, ലോകത്ത് വലിയ അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്ന ഒരു നല്ലവനായ സദ്വൃത്തനായ ഒരാളാണ് ദുൽഖർനൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്തു? മക്ക മുശ്രിക്കുകളും ഇസ്ലാമിൻ്റെ എതിരാളികളുമൊക്കെ ആയ ആളുകൾ ചോദിച്ചു. പല ചോദ്യങ്ങളും നബിയോട് ചോദിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് ദുൽഖർനൈനിയെക്കുറിച്ചുള്ള ഒരു ചോദ്യം. അപ്പോൾ നബി മറുപടി പറഞ്ഞു, ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് തരാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാണ്. അടുത്തത് ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു. കാരണം നമുക്ക് ചരിത്രത്തിൽ നിന്നോ എവിടെ നിന്നോ നമുക്കൊരിക്കലും ലഭിക്കാത്തതാണ് ഖുർആൻ പറയുന്ന ഈ കാര്യം. ചില ധാരണകൾ മാത്രമാണ് അന്ന് അവർക്കുണ്ടായിരുന്നത്. അതും സത്യസന്ധമായ ചരിത്രപരമായ തെളിവുകൾ ഉള്ളതല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു തരുന്ന കാര്യം തീർച്ചയായും അതാണല്ലോ ശരി. ആദ്യം പറഞ്ഞത് ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്. നിശ്ചയമായും നാം ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വാധീനം നൽകി എന്ന് പറഞ്ഞാൽ അധികാരങ്ങളുള്ള, ഭരണമുള്ള, നാട്ടിൽ ചില രാജ്യങ്ങളുടെ ചുമതലയുള്ള നല്ല അധികാരമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് നാം സബബ്, മാർഗങ്ങളെ, വഴികളെ ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്നാണ്. ഫഅത്ബഅ സബബ. അങ്ങനെ അദ്ദേഹം ആ ഒരു മാർഗം പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു. പടിഞ്ഞാറ് വരെയും കിഴക്ക് വരെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ധാരാളം സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ധാരാളം സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ പെട്ടു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം. അപ്പോൾ ഇനി നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ദുൽഖർനൈൻ കർണുൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. കൊമ്പ് എന്നർത്ഥമുണ്ട്, നൂറ്റാണ്ട് എന്നർത്ഥമുണ്ട്, തലമുറ എന്നർത്ഥമുണ്ട്. അപ്പോൾ ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ 2 കൊമ്പുള്ളവൻ അല്ലെങ്കിൽ 2 തലമുറയുള്ളവൻ എന്നൊക്കെയാണ് നമുക്ക് അർത്ഥം വയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചില ആളുകൾ പറഞ്ഞത് എന്താ വെച്ചാൽ 2 കൊമ്പുള്ളവൻ എന്ന് പറഞ്ഞാൽ 2 പ്രബലമായ രാജ്യത്തിൻ്റെ അധികാരവും സ്വാധീനവും ഉള്ളവൻ എന്നാണ്. അതല്ല 2 നൂറ്റാണ്ട് ജീവിച്ചവൻ, 2 തലമുറകൾ, 2 നൂറ്റാണ്ട് ജീവിച്ചവൻ എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാവുന്നത് ദുൽഖർനൈൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേരല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അപരനാമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെയോ അധികാരത്തെയോ ജീവിതത്തെയോ ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു പേരായിട്ടാണ് നമുക്ക് അത് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ആധികാരികമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അവിടെയുള്ള ആളുകൾക്ക് പരിചയമുണ്ടായിരുന്ന, അതേപോലെ തന്നെ ഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന, നല്ല സ്വാധീനവും പ്രതാപവും ഉണ്ടായിരുന്ന ഒരു മഹാരാജാവും അതോടൊപ്പം ഒരു സൽപുരുഷനുമായിരുന്നു, ഒരു നല്ല മനുഷ്യനുമായിരുന്നു
ദുൽഖർനൈൻ എന്നതാണ് ആകത്തുക നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. ഇമാം നാസിർ സാദി റഹ്മഹുല്ല പറഞ്ഞതുപോലെ തന്നെ സാത്ലു അലൈക്കും മിൻ അഹ്വാലിഹി, ഈ ദുൽഖർനൈനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് അള്ളാഹു പറയുന്നത്. മ യതദക്കറുഫിഹി, അതിൽ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അവർ ചോദിക്കുന്ന അയാളുടെ നാടെവിടെ, ചുറ്റുപാടെവിടെ, എന്തൊക്കെ അങ്ങനത്തെ വ്യക്തിപരമായ വിവരങ്ങളാണ് അവർക്ക് അറിയേണ്ടത്. പക്ഷേ അത്തരം ചോദ്യങ്ങൾക്ക് ഖുർആൻ്റെ ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ഒരു ശൈലി, ചോദ്യം എന്ത് ചോദിക്കട്ടെ അവർക്ക് ഉപകാരമുള്ളതായിരിക്കണം മറുപടി എന്ന നിർബന്ധം ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ചിന്തിക്കാനും മുറ്റാലോചിക്കാനും ചില കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഓയക്കുന ഇബ്ര, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ടായിരിക്കും. അമ്മമ സിവാദാലിക മിൻ അഹ്വാലിഹി ഫലം യത്ലു അലൈഹി, നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞു തരില്ല എന്നർത്ഥം. അപ്പോൾ ഈ ആയത്തിന് മനസ്സിലാവണം എന്താണ്, വയസ്അലൂനക അൻദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. എന്ത് ചെയ്യാം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന ഞാൻ എല്ലാം കൂടെ പറഞ്ഞു തരാമെന്നല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയാണത്. നമുക്ക് ഉപകാരപ്പെടുന്ന വശങ്ങൾ പറയാം, വെറുതെ ചരിത്രം പറഞ്ഞ് വെറുതെ ആളുകളെക്കുറിച്ച് പറയുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇതിനില്ല എന്നാണ്. പിന്നെ ധാരാളം ചർച്ചകളുണ്ട് ഈ ദുൽഖർനൈനി ആരാണെന്നതിനെക്കുറിച്ച് ധാരാളം ചർച്ചകളുണ്ട്. ഒന്ന്, ചില ആളുകൾ അത് അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ട്, ഈജിപ്തിൽ വന്ന് അലക്സാണ്ട്രിയ സ്ഥാപിച്ച അലക്സാണ്ടറാണ്. അലക്സാണ്ടറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാളം നാടുകളെ കീഴടക്കി പോയിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പര്യവസാനം പരിശോധിക്കുമ്പോൾ ഇത്രയൊക്കെ വലിയ അധികാരങ്ങൾ ഉണ്ടായിട്ടും വെട്ടിപ്പിടിച്ചിട്ടും എന്താ അപ്പോൾ ജീവിതത്തിൽ അതിൻ്റെ ഒരു കാര്യം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വലിയ ഗുണപാഠമുള്ള ഒരു രാജാവാണ്. പക്ഷേ ഇത് അലക്സാണ്ടർ ആയിരിക്കും എന്ന് പറയുന്നത് അദ്ദേഹം രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു എന്ന നിലയ്ക്ക് മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു നല്ല മനുഷ്യനാണ്, അള്ളാഹു അദ്ദേഹത്തോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകൻ വരെ ആവാം എന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു പ്രവാചകനാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, അതിന് വ്യക്തമായ തെളിവുകളില്ല. അപ്പോൾ അത്രമാത്രം ഉന്നതനായ ഒരു വ്യക്തിയാണ്. ഇടയ്ക്ക് അലക്സാണ്ടറെ കുറിച്ച് നമ്മൾ കേട്ടത് അങ്ങനത്തെ ഒരു വിവരങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വാലിഹായ വ്യക്തി എന്ന നിലയ്ക്ക് ഇദ്ദേഹമാണെന്ന് പറയാൻ പറ്റില്ല. വേറെയും പല രാജാക്കന്മാരെയും പല ആളുകളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ആയിക്കൂടെ എന്ന് അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അതൊന്നും അത്ര സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. എന്തായിരുന്നാലും ഇദ്ദേഹം മാതൃകാ പുരുഷനായിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യും ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അല്ല തുടർന്ന് അതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. വയസ്അലൂനക അൻദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്? ഒന്നാമത്തെ കാര്യം, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്, ഭൂമിയിൽ അദ്ദേഹത്തിന് അള്ളാഹു എന്ത് ചെയ്തു? സ്വാധീനം കൊടുത്തു. അതാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് നമുക്ക് ആധികാരികമായി ഖുർആനിൽ കിട്ടുന്നൊരു വിവരം. അധികാരമുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. തീർച്ചയായും അധികാരങ്ങളും സ്വാധീനങ്ങളും ഉള്ളവർക്കാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. ഈ തംക്കീനുൽ അർള് അത് സത്യവിശ്വാസികൾക്കും അള്ളാഹു കൊടുക്കുന്ന ഒരു മഹാനുഗ്രഹമാണ്. ഭൂമിയിലൊരു സ്വാധീനവും അധികാരവും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുറേ നന്മകൾ നമുക്ക് ലഭിക്കും. അതാണ്, നിർഭയത്വത്തോടെ ജീവിക്കാൻ പറ്റും, ഇസ്ലാമിൻ്റെ സത്യദീനിനെ പ്രചരിപ്പിക്കാൻ പറ്റും, ജനങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹു ചെയ്തു തരുന്ന വലിയൊരു അനുഗ്രഹമാണ് ഭൂമിയിൽ നമുക്ക് ഭരണ സ്വാധീനങ്ങൾ നൽകുക എന്നുള്ളത്. ചില നാട്ടുപ്രദേശങ്ങളൊക്കെ സമ്പൂർണമായും ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം അവിടുത്തെ ചില നാട്ടുപ്രമാണിമാരും അധികാരസ്ഥരും ഗോത്രത്തലവന്മാരും ഒക്കെ ആയിട്ടുള്ള ചില ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ തീർച്ചയായും അവിടെ തന്നെ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടായിത്തീരും. അതാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഭരണ സ്വാധീനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. പല ആളുകളും പറയും പല നാടുകളും ഇസ്ലാം വെട്ടിപ്പിടിച്ചു. ശരിക്കും അവിടേക്ക് നമ്മൾ കാണുന്നത് ചില നാടുകളിൽ നിന്നൊക്കെ എന്താ വെച്ചാൽ ഇത്തരം ആളുകളെ ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ അറിയുമോ, ഇസ്ലാമിൻ്റെ ആ ഭരണത്തിൻ്റെ സമാധാനവും സുഖമൊക്കെ അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ആളുകൾ പിന്നെ ഇസ്ലാമിൻ്റെ ഭരണം ഇവിടെ വേണം, നിങ്ങളിവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് പ്രദേശങ്ങളിലേക്ക് ക്ഷണിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇസ്ലാം ഒരു സ്ഥലത്ത് സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭരണ രീതിയാണ്
ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രൂപമാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും സദ്വൃദ്ധനായിട്ടുള്ള ഒരാൾക്ക് അള്ളാഹു ഭൂമിയിൽ സൗകര്യങ്ങളും അധികാരങ്ങളും കൊടുക്കുമ്പോൾ അതെന്തായിരുന്നാലും ഗുണമേ ഉണ്ടാകൂ എന്നറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹ് ചെയ്തു കൊടുത്തൊരു കാര്യം അതാണ്, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്, ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വാധീനം നൽകി എന്നുള്ളതാണ്. മറ്റൊന്ന് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ, വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും നിശ്ചയമായും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് നാം മാർഗം കൊടുക്കുകയും ചെയ്തു. ഈ മാർഗം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയും, എല്ലാറ്റിനുമുള്ള വഴി അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇമാം നാസിറു സഅദി അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്നുണ്ട്, പിന്നെ വല കുല്ലു അഹദിൻ യകൂനു ഖാദിൻ അല സബബ്, ചില കാരണങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവരെല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും, ആ കഴിവ് അയാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിക്കൊള്ളുന്നില്ല. ചില കഴിവുകൾ ചില ആളുകൾക്ക് ഉണ്ടാകും, പക്ഷേ അതെന്താണ്, അത് ഉപകാരപ്പെടുത്തുവാനൊരു തൗഫീക്ക് അള്ളാഹു കൊടുക്കണം. ഒരു സമ്പന്നനാണ്, പണമുണ്ട്, പക്ഷെ ആ പണത്തെ തനിക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലൂടെ ക്രയവിക്രയം ചെയ്യുവാനുള്ള ആ സബബിനെ ക്രയവിക്രയം ചെയ്യാനൊരു കഴിവ്. അയാൾ നല്ല മെഡിക്കൽ സയൻസ് പഠിച്ച ആളാണ്, പക്ഷേ ചികിത്സാ രംഗത്ത് പ്രായോഗികമായി വിജയിക്കുവാനുള്ള ഒരവസ്ഥ അള്ളാഹു നൽകണം. മക്കളുണ്ട്, ആ മക്കളാകുന്ന നിമിത്തത്തെ പ്രയോജനകരമായി വരാനുള്ള ഒരു സംഗതി അള്ളാഹു, നമ്മൾ അള്ളാഹുവോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട. ഇദ്ദേഹത്തിന് അള്ളാഹു എന്താ വെച്ചാൽ ഇത് കൊടുത്തു, ഇജ്തമ അൽ ഖുദ്റ അല സബബിൽ ഹഖീഖി വൽ അമൽ ബിഹി എന്നാണ്. ഫൈദജ്തമ അൽ ഖുദ്റത്തു അല സബബിൽ ഹഖീഖി, ആ കഴിവ് എന്ത് ചെയ്യുക, ശരിയായ ആ ഒരു കാരണങ്ങളെ നിർവഹിക്കാൻ ആ കഴിവ് കൊണ്ട് പറ്റുക, അതുകൊണ്ട് പ്രവർത്തിക്കാനും പറ്റുക. എന്നിട്ട് ഹസനൽ മഖ്സൂദ് എന്ത് ചെയ്യുക, ഉദ്ദേശങ്ങളെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കുണ്ടാകുന്ന കഴിവുകൾ, സ്വാധീനങ്ങൾ, നിമിത്തങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ വിനിമയം ചെയ്ത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് നമുക്കതിൻ്റെ ശരിയായ ലക്ഷ്യം നേടാൻ കഴിയുക എന്നത് വളരെ, ഇത് അദ്ദേഹത്തിന് അതുകൊണ്ട് അള്ളാഹു ചെയ്തു കൊടുത്തു. അധികാരവും കൊടുത്തു, തനിക്ക് കിട്ടുന്ന അധികാരങ്ങളെ, കാരണങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുവാനുള്ളൊരു സൗകര്യം കൂടെ അള്ളാഹു കൊടുത്തു. ഈ രണ്ട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ എന്ത് ചെയ്തു, അത് നൽകപ്പെട്ടു എന്ന് മാത്രമല്ല, അതനുസരിച്ച് അദ്ദേഹം ഒരു മാർഗം തുടർന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര, അദ്ദേഹം പോയി ആ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അള്ളാഹു ഭരണ സ്വാധീനം കൊടുത്തു, തനിക്ക് കിട്ടിയ സ്വാധീനങ്ങളെ, അനുകൂലാവസ്ഥകളെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കേവല ചരിത്രത്തിനപ്പുറം അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് രണ്ട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു പ്രധാനമായി കൊടുത്തു. ആ അനുഗ്രഹങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ഉപകാരപ്പെടുത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടെയാണ് ഇതിൽ പറയുന്നത്. ഇനി വരാൻ പോകുന്ന കുറച്ച് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ നമ്മളതിൻ്റെ ബാക്കിയെടുക്കും. ഇന്നൊരു തുടക്കം എന്ന നിലക്കാണ് നമ്മൾ ഈ 3 ആയത്തുകൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് ഓതി കേൾപ്പിക്കാം, ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. വയസ്അലൂനക അനിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ വയസ്അലൂനക അനിൽ ഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബ. ഒന്ന് ഓതി നോക്കുക, മനഃപ്പാഠമാക്കുന്നവർ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് തുടർച്ചയായി നമ്മുടെ ഈ ക്ലാസ് തുടരുന്നതാണ്. അടുത്ത ക്ലാസ്സിലും കൂടെ ദുൽഖർനയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കുറച്ച് വിശദമായിട്ട് അടുത്ത ആയത്തുകളിലൂടെ നമുക്ക് പരിശോധിക്കാം.
അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ മഹാമാരിയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ